ദൈവനാമത്തിന് മഹത്വം. ഈ ലൈവിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന രക്ഷിതാവായ യേശുവിൻ്റെ നിസ്തുല്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങൾ. ഒരു പ്രാവശ്യം കൂടെ ദൈവവചനവുമായി ബഹുമാന്യ ശ്രോതാക്കളെ അഭിസംബോധന ചെയ്യുവാൻ ദൈവം ഒരു അവസരം കൂടി ദാനമായി നൽകിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിലെ ദൈവവചന ധ്യാനം എല്ലാവർക്കും അനുഗ്രഹമായി ഭവിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അപ്രകാരം കർത്താവിൽ ആശംസിക്കുന്നു. വിശുദ്ധ തിരുവെഴുത്തിൽ നിന്ന് നമുക്ക് വളരെ സുപരിചിതമായ ഒരു ഭാഗം വായിച്ച് അതിൽ നിന്നുള്ള ചില ചിന്തകൾ ഒരുമിച്ച് പങ്കുവയ്ക്കുവാൻ ദൈവത്തിൽ ഞാൻ ശരണപ്പെടുന്നു. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 20-ാമത് വാക്യം ഞാനിവിടെ വായിക്കുന്നു. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 20-ാമത് വാക്യം. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. വാക്യം ഒന്നുകൂടെ വായിക്കുന്നു. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. നാം വായിച്ചു കേട്ട വചനം ബഹുജാതികൾക്ക് പിതാവായ, വിശ്വാസികൾക്ക് പിതാവായ അബ്രഹാമിനോടുള്ള ബന്ധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതകരമായ ഒരു പ്രവൃത്തിയുടെ മൂലകാരണം എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഭാഗമാണ് നാം വായിച്ച വചനത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അബ്രഹാമിന് ദൈവം ഒരു സന്തതിയെ കുറിച്ചുള്ള വാഗ്ദത്തം നൽകി. ആ വാഗ്ദത്തം അബ്രഹാമിൻ്റെ 100-ാമത്തെ വയസ്സിലാണ് അബ്രഹാമിനെ പ്രാപിക്കുവാൻ കഴിഞ്ഞത്. മാനുഷികമായി ദൈവം തന്നോട് അരുളി ചെയ്ത ആ വാഗ്ദത്തം, അരുളപ്പാട്, അതിൻ്റെ നിവർത്തി വെളിപ്പെടുക എന്നുള്ളത് അപ്രതീക്ഷിതമാണ്. എങ്കിലും തന്നോട് അരുളി ചെയ്തവൻ ആരാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് അബ്രഹാമിന് ഉത്തമ ബോധ്യം
ഉണ്ടായിരുന്നതുകൊണ്ട് താൻ ആ വാഗ്ദത്തം മുറുകെ പിടിച്ചു. നാം താക്കോൽ വാക്യത്തിൽ കണ്ടതുപോലെ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു ദൈവത്തിന് മഹത്വം കൊടുത്തു. ഇവിടെ അബ്രഹാമിന് 100 വയസ്സുണ്ട്. അദ്ദേഹത്തിൻ്റെ ശരീരം ക്ഷീണിച്ചിരിക്കുകയാണ്. സാറായുടെ ഗർഭപാത്രം നിർജീവമാണ്. ഒരു പൈതലിന് ജന്മം കൊടുക്കുവാൻ തക്കവണ്ണമുള്ള ശക്തി സാറായുടെ ഗർഭപാത്രത്തിന് ഇല്ല. രണ്ടുപേരും വാർദ്ധക്യത്തിൽ എത്തിയതുകൊണ്ട് ഇത് എങ്ങനെ സാധ്യമാകും എന്നുള്ള ഒരു ചിന്ത മാനുഷികമായിട്ട് ഉണ്ട്. എങ്കിലും അബ്രഹാം 100 വയസ്സുള്ളവനായിരുന്നിട്ടും തൻ്റെ ശരീരത്തിൻ്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും സാറായുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും താൻ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു. എന്ന് പറഞ്ഞാൽ തന്നിലേക്ക് ദൈവം പകർന്ന, തനിക്ക് ദൈവം നൽകിയ ആ വിശ്വാസം അത് നിർജീവമായി പോകാതിരിക്കേണ്ടതിന്, ചേതനയില്ലാത്തതായി പോകാതിരിക്കേണ്ടതിന് അബ്രഹാം വളരെ കരുതൽ, ജാഗ്രതയുള്ളവനായിരുന്നു. ഇന്ന് നമുക്ക് കരുതലും ജാഗ്രതയും ഒക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ശത്രുവായ പിശാച് ഏതു വിധത്തിലും സാക്ഷാൽ സത്യദൈവത്തിലും അവിടുത്തെ മാറ്റമില്ലാത്ത വചനങ്ങളിലുമുള്ള വിശ്വാസത്തിൽ നിന്ന്, പ്രത്യാശയിൽ നിന്ന്, ഉറപ്പിൽ നിന്ന്, ധൈര്യത്തിൽ നിന്ന്, ശുഭപ്രതീക്ഷകളിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കത്തക്കവണ്ണമുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നു. തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നു. അതിൻ്റെ മധ്യത്തിലും യഥാർത്ഥ വിശ്വാസം മുറുകെ പിടിക്കുവാനും യഥാർത്ഥ വിശ്വാസത്തിൽ ശക്തിപ്പെടുവാനുമുള്ള വലിയ ഒരു ഉത്തരവാദിത്വം നമുക്കോരോരുത്തർക്കും ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നാം മറന്നുപോകരുത്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായം നാം ശ്രദ്ധിച്ചാൽ 18-ാം അധ്യായത്തിൽ വാഴ്ത്തപ്പെട്ട നമ്മുടെ കർത്താവായ യേശു ശിഷ്യന്മാരോട് അരുളി ചെയ്യുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു ഭാഗം 8-ാമത് വാക്യത്തിൽ കാണുന്നുണ്ട്. അവിടെ കർത്താവിൻ്റെ വാക്കുകൾ ഇപ്രകാരമാണ്: എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് കർത്താവ് പറഞ്ഞു. എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് കർത്താവ് പറഞ്ഞു. അപ്പോൾ നോക്കിക്കേ, കർത്താവായ യേശു സമ്പൂർണ്ണ ദൈവമായിരിക്കുമ്പോൾ തന്നെ അവിടുന്ന് പൂർണ്ണതയുള്ള മനുഷ്യനും കൂടിയാണ്.
എങ്കിലും യേശുവിന് യഥാർത്ഥ വിശ്വാസത്തോടുള്ള ബന്ധത്തിൽ ഒരാശങ്കയുണ്ടായിരുന്നു. ആ ആശങ്കയുടെ പ്രതിഫലനമാണ് കർത്താവിൻ്റെ ഈ വാക്കുകളിൽ കൂടെ നാം കാണുന്നത്. മനുഷ്യപുത്രൻ ഭൂമിയിൽ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ? അങ്ങനെയെങ്കിൽ നാം വളരെ അതീവ ജാഗ്രതയോടെ, അതീവ ശ്രദ്ധയോടെ, അതീവ കരുതലോടെ കാത്തു സൂക്ഷിക്കേണ്ടുന്ന ഏറ്റവും അതിമഹത്തായ ഒരു അവസ്ഥാവിശേഷമാണ് വിശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ അബ്രഹാമിനോടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി, അബ്രഹാം 100 വയസ്സുള്ളവനായിരുന്നിട്ടും തൻ്റെ ശരീരത്തിൻ്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും തൻ്റെ ഭാര്യയായ സാറയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, യഥാർത്ഥ വിശ്വാസം മുറുകെ പിടിക്കുന്നവർ, യഥാർത്ഥ വിശ്വാസത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കുന്നവർ, യഥാർത്ഥ വിശ്വാസത്തിന് വേണ്ടി നിൽക്കുന്നവർ, യഥാർത്ഥ വിശ്വാസത്തിൻ്റെ വക്താക്കളായിരിക്കുന്നവർ ആരെല്ലാമാകുന്നുവോ, എവിടെയെല്ലാമാകുന്നുവോ ആ മേഖലകളിൽ ഞാൻ പലപ്പോഴും എൻ്റെ പ്രഭാഷണത്തിൽ സന്ദർഭോചിതമായി ഉപയോഗിക്കാറുള്ളതുപോലെ സ്പർശിക്കത്തക്കതായ കൂരിരുൾ സംജാതമായിരുന്നാലും, കൂരിരുൾ താഴ്വരകൾ, മരണത്തിൻ്റെ താഴ്വരകൾ, കണ്ണുനീർ താഴ്വരകൾ സൃഷ്ടിക്കപ്പെട്ടിരുന്നാലും അവിടെ ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ കഴിയും. അങ്ങനെയെങ്കിൽ നാം ശക്തിപ്പെടേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു മേഖലയാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ വിശ്വാസത്തിൽ ശക്തിപ്പെടുന്നവനാണെങ്കിൽ, അവൻ ഏകനാണെങ്കിൽ പോലും അവിടെ അനേകായിരങ്ങൾക്ക് കാണുവാൻ കഴിയാത്ത, അനേകായിരങ്ങൾക്ക് ചെയ്യുവാൻ കഴിയാത്ത ദൈവപ്രവൃത്തി കാണുവാനും അത്ഭുതങ്ങളെ വെളിപ്പെടുത്തുവാനും സാധ്യമാകും. ഒരു ഉദാഹരണം, അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായം. അപ്പോസ്തല പ്രവൃത്തികൾ ആണ് ദൈവസഭയോട് ബന്ധപ്പെട്ട ഏറ്റവും വലിയ ഉത്കൃഷ്ടമായ ചരിത്ര പുസ്തകം എന്ന് പറയുന്നത്. ആ അധ്യായം നാം പരിശോധിക്കുമ്പോൾ യെരുശലേമിലെ സഭയ്ക്ക് ഉപദ്രവം നേരിട്ടു. ജനം അവിടവടങ്ങളിലേക്കായി ചിതറിപ്പോയി. പോയവരൊക്കെ ഒളിത്താവളങ്ങളിൽ ഒളിക്കുകയായിരുന്നില്ല. അവർ നിലനിൽപ്പിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുകയായിരുന്നില്ല. ചിതറിപ്പോയവർ അവിടവടങ്ങളിലായി ദൈവവചനം പങ്കുവച്ചു, സുവിശേഷം പങ്കുവച്ചു. അർത്ഥാൽ അവർക്ക് അപ്രതീക്ഷിതമാണെന്ന് ചിന്തിക്കേണ്ടി വന്നാൽ പോലും ഉണ്ടായ ഉപദ്രവം, അത് ദൈവവചനം പങ്കുവെക്കുന്നതിന്, ദൈവവചനം പരക്കുന്നതിന്, സുവിശേഷം പങ്കുവെക്കുന്നതിന്,
സുവിശേഷം പരക്കുന്നതിന് കാരണമായി തീർന്നു എന്ന് വിശ്വസിക്കുവാനുള്ള ആ അനുഭവത്തിൽ അവർ എത്തിച്ചേർന്നു. ആ കൂട്ടത്തിൽ സുവിശേഷകനായ ഫിലിപ്പോസ് മേശമേൽ ശുശ്രൂഷിക്കേണ്ടതിന് ദൈവദാസന്മാർ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് വേർതിരിച്ച ശുശ്രൂഷകന്മാരിൽ ഒരുവൻ സുവിശേഷകനായ ഫിലിപ്പോസ് ആത്മനിയോഗത്താൽ ശമരിയിൽ ചെന്നു. അദ്ദേഹത്തെ ഒരു സുവിശേഷകൻ എന്നാണ് അഭിസംബോധന ചെയ്തിരിക്കുന്നത്. ഇന്ന് പലർക്കും സുവിശേഷകനെന്നോ പാസ്റ്ററെന്നോ അപ്പോസ്തലനെന്നോ പ്രവാചകനെന്നോ ഉപദേശിയെന്നോ സഹോദരനെന്നോ വിളിക്കപ്പെടുവാൻ താല്പര്യമില്ല. അതിനേക്കാൾ ഉപരി റവറൻഡെന്നോ ഡോക്ടറെന്നോ ഒക്കെ അഭിസംബോധന ചെയ്യുന്നതിലാണ് പലർക്കും താല്പര്യം. ഇനി പാസ്റ്ററാണെങ്കിൽ പോലും ഡോക്ടറെന്ന് അഭിസംബോധന ചെയ്തില്ലെങ്കിൽ അതും വിഷയമാക്കി തീർക്കുവാൻ ആഗ്രഹിക്കുന്നവരുമുണ്ട്. അവരെയൊക്കെ സംബന്ധിച്ച് സ്വർഗരാജ്യം ഒരു വിഷയമല്ല, നിത്യത ഒരു വിഷയമല്ല, നിത്യജീവൻ ഒരു വിഷയമല്ല, ആത്മാക്കളുടെ വിടുതലോ രക്ഷയോ ഒരു വിഷയമല്ല, സഭകളുടെ വളർച്ചയോ ഉണർവോ ഒരു വിഷയമല്ല. അവരെ സംബന്ധിച്ച് അവർ ഏതെങ്കിലും വിധത്തിലൊക്കെ വെട്ടിപ്പിടിച്ച സ്ഥാനമാനങ്ങൾ നിലനിർത്തുക എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നാം പരമാർത്ഥ ഹൃദയത്തോടുകൂടെ വിശുദ്ധ തിരുവെഴുത്തുകളിലേക്ക് തിരിയുമ്പോൾ നമ്മൾ പറയുന്ന പല കാര്യങ്ങളും, നമ്മൾ ചെയ്തു കൂട്ടുന്ന പല കാര്യങ്ങളും, നാം എടുക്കുന്ന പല തീരുമാനങ്ങളും നിലപാടുകളും ദൈവവചനത്തിന് വിരുദ്ധമാണ്. സ്വർഗസ്ഥനായ പിതാവാം മഹാദൈവത്തിന്, സാക്ഷാൽ ദൈവപുത്രനും കർത്താവും രക്ഷിതാവും വീണ്ടെടുപ്പുകാരനുമായ യേശുവിന്, സാക്ഷാൽ ദൈവാത്മാവായ പരിശുദ്ധാത്മാവിന് വിരുദ്ധമാണ്. ആദിമകാലങ്ങളിൽ, ആദിമ നൂറ്റാണ്ടിൽ വിശുദ്ധിയോടും വേർപാടോടും നിഷ്കളങ്കതയോടും നിർമ്മലതയോടും സത്യസന്ധതയോടും നീതിയോടും വിശ്വസ്തയോടും പരമാർത്ഥതയോടും കൂടി ജീവിച്ച പിതാക്കന്മാർക്ക്, മാതാക്കൾക്ക് ദൈവം നൽകിയ വെളിപ്പാടുകളുടെ മൂല്യത്തിന് വിരുദ്ധമാണ്. സ്തോത്രം. അപ്പോൾ നോക്കൂ, ഫിലിപ്പോസ് സുവിശേഷകൻ എന്ന വിശേഷണത്തോടു കൂടിയാണ് അറിയപ്പെട്ടത്. അതിൽ അദ്ദേഹത്തിന് യാതൊരു പരിഭവമില്ല. കാരണം അദ്ദേഹം സുവിശേഷകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിളിയെക്കുറിച്ചും തിരഞ്ഞെടുപ്പിനെക്കുറിച്ചുമുള്ള അഗാധമായ ബോധ്യം ഫിലിപ്പോസിന് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് 4 പെൺമക്കൾ, അവർ പ്രവചിക്കുന്നവരായിരുന്നു എന്നും നാം വചനത്തിൽ കാണുന്നുണ്ട്. ഇന്ന് നമ്മുടെ തലമുറകളാണെങ്കിൽ ഡോക്ടർമാരെന്നും എൻജിനീയർമാരെന്നും അല്ലെങ്കിൽ ഈ ലോകപ്രകാരമുള്ള ഏതെങ്കിലും സ്ഥാനമാനങ്ങളിൽ എത്തിച്ചേർന്നിരിക്കുന്നവരും ഒന്നും ഒക്കെ പറയുവാനായിട്ടാണ് പലർക്കും താല്പര്യം. ഇവിടെ നോക്കൂ, സുവിശേഷകനായ ഫിലിപ്പോസിന് പ്രവചിക്കുന്നവരായ പെൺമക്കൾ ഉണ്ടായിരുന്നു.
വഴിതെറ്റിപ്പോകുവാനുള്ള ഒരുപാട് സാഹചര്യങ്ങളും സാധ്യതകളുമുണ്ട്. പക്ഷേ ദൈവദാസൻ അവരുടെ തലമുറകളെ ദൈവരാജ്യ പ്രവേശനത്തിന് യോഗ്യരായി വളർത്തി. അവർ പോകുന്നത് പോലെ പോകട്ടെ എന്ന് വിചാരിച്ചില്ല. വചനപ്രകാരമുള്ള അഭ്യസനത്തിൽ, ശിക്ഷണത്തിൽ കുഞ്ഞുങ്ങളെ വളർത്തി. ഇന്ന് രാത്രിയിൽ ഞാനും 2 മക്കളുടെ അപ്പനായതുകൊണ്ട് ചോദിക്കുന്നു, നമ്മുടെ കുഞ്ഞുങ്ങളെ ആ ഒരു ആത്മീയ കാഴ്ചപ്പാടിൽ, ആത്മീയ വീക്ഷണത്തിൽ നമുക്ക് വളർത്തുവാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ മക്കളെ സംബന്ധിച്ച് ഈ ലോകപ്രകാരം നല്ല വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ നാം ഒരുക്കണം. അവർ ഈ ലോകപ്രകാരം മെച്ചപ്പെട്ട വിദ്യാഭ്യാസമുള്ളവരായിത്തീരണം. നല്ല ശമ്പളം ലഭിക്കുന്ന ജോലിയിൽ പ്രവേശിക്കുന്നവരാകണം. ഇന്ന് സഭകളുടെ ഉത്തരവാദിത്വങ്ങൾ വഹിക്കുന്നവർ പോലും മക്കളെ IAS-കാർ, IPS-കാർ എന്ന സ്വപ്നത്തിൽ വളർത്തണമെന്നുള്ള ആഹ്വാനമാണ് കൊടുക്കുന്നത്. അത് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ആത്മീയമായി, ഭൗതികമായി, ശാരീരികമായി, മാനസികമായി, ധാർമ്മിക മേഖലയിൽ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരട്ടെ. അതിനോടൊപ്പം തന്നെ അതിനേക്കാൾ ഉപരി അവർക്ക് കൈമുതലായി കൊടുക്കേണ്ടുന്ന ചില ആത്മീയ മൂല്യങ്ങളുണ്ട്. അതുകൊണ്ട് മാതാപിതാക്കന്മാർ കർത്താവിൻ്റെ മടങ്ങിവരവ് താമസിച്ചാൽ കണ്ണടയുന്നതിന് മുൻപായി അവർക്ക് കൈമുതലായി ചില ആത്മീയ മൂല്യങ്ങൾ പകർന്നു കൊടുക്കുവാനുള്ള വിശാലമായ കാഴ്ചപ്പാട് പ്രാപിക്കുന്നവരായിരിക്കണം. അപ്പോൾ സുവിശേഷകനായ ഫിലിപ്പോസ് ദൈവവചനവുമായി ശമരിയ പട്ടണത്തിൽ ചെന്നു. അദ്ദേഹം അവിടെ ചെല്ലുമ്പോൾ ആ ദൈവമനുഷ്യൻ ഏത് ഉദ്ദേശത്തോടു കൂടിയാണോ ശമരിയ പട്ടണത്തിൽ ചെന്നത്, ആ ഉദ്ദേശ്യം സാധിക്കത്തക്കവണ്ണമുള്ള അനുകൂലമായ സാഹചര്യമല്ലായിരുന്നു ആ പട്ടണത്തിൽ ഉണ്ടായിരുന്നത്. അവിടെ മഹതി എന്ന ദൈവശക്തിയാൽ ജനത്തെ ഭ്രമിപ്പിച്ചു പോന്ന ഒരു ആഭിചാരകൻ ഉണ്ടായിരുന്നു. ആഭിചാരകനായ ശിമോൻ. അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ ജനത്തെ ഭ്രമിപ്പിക്കുന്നതായിരുന്നു, ജനത്തെ പേടിപ്പിക്കുന്നതായിരുന്നു. ജനത്തെ ഭ്രമിപ്പിച്ചും ജനത്തെ പേടിപ്പിച്ചും തൻ്റെ കീശ നിറയ്ക്കുവാനായിട്ടാണ് അദ്ദേഹം നോക്കിയത്. എന്നാൽ ദൈവദാസനായ ഫിലിപ്പോസിന് പരിശുദ്ധാത്മാവിനാൽ ചില യാഥാർത്ഥ്യങ്ങൾ മനസ്സിലായി. അദ്ദേഹം ശമരിയ പട്ടണത്തിൻ്റെ പൾസ് മനസ്സിലാക്കി. കർത്താവായ യേശുവിനെക്കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചുമുള്ള സുവിശേഷം ശക്തിയോടെ പ്രസംഗിച്ചു. 100 കണക്കിന് ആളുകൾ ദൈവദാസനോട് ചേർന്നു വന്നു. ഒറ്റവാചകത്തിൽ പറഞ്ഞാൽ 100 കണക്കിന് ആളുകൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെടുവാൻ തീരുമാനമെടുത്തു. അത്ഭുതങ്ങളും അടയാളങ്ങളും വിവിധ വീര്യപ്രവർത്തികളും ശമരിയ പട്ടണത്തിൽ വെളിപ്പെട്ടു. നാളുകളായി ആ പട്ടണത്തെ അടക്കി ഭരിച്ചിരുന്ന മഹതി എന്ന ദൈവശക്തിയുടെ മേൽ
സാക്ഷാൽ അത്യുന്നതനായ മഹാദൈവത്തിൻ്റെ അത്യന്ത ശക്തിയുടെ വ്യാപാരം വെളിപ്പെട്ടു. ആ ശക്തിയോടുള്ള ബന്ധത്തിൽ ദൈവഹിതം വെളിപ്പെട്ടു. ദൈവഹിതം വെളിപ്പെട്ടപ്പോൾ ആ പൈശാചിക ശക്തി വർഷങ്ങളായി അടക്കി വാണുകൊണ്ടിരുന്ന 100 കൂട്ടം ആളുകൾ ആ പൈശാചിക വ്യാപാര ശക്തിയുടെ സ്വാധീനത്തിൽ നിന്ന് അത്ഭുതകരമായി വിടുവിക്കപ്പെട്ടു. ഇന്ന് രാത്രിയിൽ ആത്മനിയോഗത്താൽ ഒരു ദൂതായി ഞാൻ വിളിച്ചു പറയാം. നാം പാർക്കുന്ന ദേശങ്ങൾ, കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിലായിരിക്കുന്ന ദേശങ്ങൾ എത്ര തന്നെ പൈശാചിക ശക്തികളാൽ നിറയപ്പെട്ടതാണെങ്കിലും, ഒരുപക്ഷെ ഈ ലോകപ്രകാരം വലിയ പേരും പ്രശസ്തിയും ഒന്നുമില്ലെങ്കിലും ആഗ്രഹിച്ചതുപോലെ വിദ്യാഭ്യാസം ചെയ്യുവാനോ കാര്യങ്ങൾ ക്രമീകരിക്കുവാനോ കഴിഞ്ഞില്ലെങ്കിലും ദൈവശബ്ദം കേട്ട് ആത്മനിയോഗത്തോടു കൂടിയാണ് പാർക്കുന്ന ദേശത്ത് എന്നും നിൽക്കുന്നതെങ്കിൽ, കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ ഇപ്പോൾ ഉള്ള ദേശത്തായിരിക്കുന്നതെങ്കിൽ, ഒരു പൈശാചിക ശക്തികൾക്കും പിടിച്ചു നിർത്തുവാൻ കഴിയാത്ത, തടഞ്ഞു നിർത്തുവാൻ കഴിയാത്ത ദൈവശക്തിയുടെ വ്യാപാരത്താൽ ദൈവഹിതപ്രകാരമുള്ള ചില വിടുതലുകൾ കാണുവാൻ കഴിയും. അങ്ങനെ വിശ്വസിക്കുവാനുള്ള ഒരു ഹൃദയത്തിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, ദൈവത്താൽ കഴിയാത്തതൊന്നുമില്ല, ദൈവത്തിന് അസാധ്യമതൊന്നുമില്ല. നോക്കൂ, സുവിശേഷകൻ എന്നു മാത്രം വിശേഷിപ്പിക്കപ്പെടുന്ന ഫിലിപ്പോസ് മുഖാന്തരം അത്യുന്നതനായ ദൈവത്തിൻ്റെ പ്രവൃത്തി ശമരിയ പട്ടണത്തിൽ വെളിപ്പെട്ടു. അനേകം രോഗികൾ സൗഖ്യം പ്രാപിച്ചു, ഭൂതബാധിതർ സൗഖ്യം പ്രാപിച്ചു. അത്ഭുതങ്ങളും അടയാളങ്ങളും വിവിധ വീരപ്രവൃത്തികളും വെളിപ്പെട്ടു. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീരപ്രവൃത്തികളാലും ദൈവവചനം ഉറപ്പാക്കപ്പെട്ടു. അത് തിരുവെഴുത്തുകളിൽ പ്രകാരം നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് ഇന്നും ജീവിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വാഗ്ദത്തമാണ്. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം അവസാന ഭാഗങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ പതിപ്പിക്കുമ്പോൾ, ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തു അപ്പോസ്തലന്മാരുടെ കൂടെ ഇരുന്ന് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീരപ്രവർത്തികളാലും വചനത്തെ ഉറപ്പിച്ചു. ആ യേശു ഇന്നും ജീവിക്കുന്നു. ഒരുപക്ഷെ ജഡം നമ്മോട് പറയും, പിശാച് നമ്മോട് പറയും, ബലഹീനതകൾ നമ്മോട് പറയും, നീ പ്രതീക്ഷിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കുകയില്ല, നീ ഉദ്ദേശിക്കുന്നത് പോലെ, കണക്ക് കൂട്ടുന്നത് പോലെ, പദ്ധതികൾ രൂപീകരിക്കുന്നത് പോലെ, പ്രൊജക്റ്റ് തയ്യാറാക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കുകയില്ല, നിനക്കൊന്നും ചെയ്യുവാൻ സാധിക്കത്തില്ല. അങ്ങനെ ഒരു ഭാഗത്ത് ഒരു വെല്ലുവിളി ഉയർന്നു നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് നമ്മോട് സംസാരിക്കുവാനുള്ളൊരു സന്ദേശം, നീ ചെയ്യുന്നതൊക്കെ സാധിക്കും. ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ നീ ആകും. നീ ചെയ്യുന്നതൊക്കെ സാധിക്കും. ഉഷ്ണകാലത്തും അത്യുഷ്ണകാലത്തും ഇല വാടാതെ നിൽക്കുന്ന ഒരു വൃക്ഷം പോലെ, പച്ചയായ ഒരു വൃക്ഷം പോലെ നിനക്ക്
കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയുമെന്നുള്ള ആ സന്ദേശം പരിശുദ്ധാത്മാവിന് നമുക്ക് നൽകുവാനായിട്ടുണ്ട്. അപ്പോൾ ചിന്തിക്കുക, അസാധ്യതകൾ മാത്രമുള്ള, പ്രതീക്ഷയില്ലായ്മകൾ മാത്രമുള്ള ശമരിയ പട്ടണത്തെ വർഷങ്ങളായി അടക്കി വാണുകൊണ്ടിരുന്ന പൈശാചിക ശക്തികൾ അതിശക്തമായി വിറയ്ക്കത്തക്കവണ്ണം, ഭയപ്പെടത്തക്കവണ്ണം അവിടെ ഫിലിപ്പോസ് മുഖാന്തരം ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാനിടയായത് സുവിശേഷകനായി ഫിലിപ്പോസ് വിശ്വാസത്തിൽ ശക്തിപ്പെട്ടതുകൊണ്ടാണ്. ഇന്ന് രാത്രിയിൽ എൻ്റെ മാന്യ ശ്രോതാക്കളിൽ ആരെങ്കിലും ഈ വിശ്വാസം സംബന്ധിച്ച് ക്ഷീണിച്ചിരിക്കുന്ന, തളർന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണെങ്കിൽ, ഇന്ന് രാത്രിയിൽ ആത്മനിയോഗത്താൽ ഞാൻ ഒരു ദൂത് പങ്കുവയ്ക്കുന്നു. അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടില്ല, സമയം തീർന്നു പോയിട്ടില്ല. നീ ദൈവനാമത്തിൽ തുടങ്ങിവെച്ച പണി അത് തുടരാതിരിക്കുകയില്ല. അതിൻ്റെ പൂർത്തീകരണം കാണുവാൻ കഴിയാതിരിക്കുകയില്ല. അതിന് ശുഭകരമായ ഒരു പര്യവസാനം ഉണ്ടാകാതിരിക്കുകയില്ല. അതിനായി നാം വിശ്വാസത്തിൽ ശക്തിപ്പെടണം. നമുക്ക് വേണ്ടി ശുഭകരമായ ഒരു സമാപ്തി നൽകി നമ്മെ ബലപ്പെടുത്തുവാൻ, ശക്തീകരിക്കുവാൻ, സഹായിക്കുവാൻ കഴിവുള്ള ഒരു ദൈവം ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്നു. യെശയ്യാ പ്രവാചകനിലൂടെ സാക്ഷാൽ സർവശക്തനായ മഹാദൈവം അരുളി ചെയ്യുന്നു, ഞാൻ പ്രവർത്തിക്കും, ആര് തടുക്കും? പ്രിയമുള്ളവരെ, വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികൾക്കും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനകൾക്കും അന്തരീക്ഷ മണ്ഡലങ്ങളിൽ ഇന്നും വിഹരിക്കുന്ന ഒരു ദുഷ്ടാത്മ ശക്തികൾക്കും തടുത്തു വെക്കുവാൻ, തടഞ്ഞു വെക്കുവാൻ കഴിയാത്ത ഒരുവനുണ്ടെങ്കിൽ അത് നാം സേവിക്കുന്ന ദൈവമാണ്. വിശുദ്ധ വേദപുസ്തകം വെളിപ്പെടുത്തുന്ന സത്യതയുമാണ്. ദൈവപുത്രനായ യേശു അവിടുത്തെ ജീവിതവും പ്രവർത്തനങ്ങളും മുഖാന്തരം വെളിപ്പെടുത്തിയ സർവശക്തനായ മഹാദൈവമാണ്. ആ ദൈവം ഇന്നും ജീവിക്കുന്നു. യേശുവിൻ്റെ രക്തത്താൽ ചെയ്യും. ഹല്ലേലൂയ. അതെ, ആ ദൈവത്തിലും അവിടുത്തെ മാറ്റമില്ലാത്ത വചനങ്ങളിലുമുള്ള വിശ്വാസത്താൽ നമുക്ക് ശക്തിപ്പെടുവാൻ കഴിയണം. അപ്പോൾ നോക്കൂ, സുവിശേഷം വേണ്ടതുപോലെ പങ്കുവയ്ക്കുവാനുള്ള അനുകൂല സാഹചര്യങ്ങൾ ഇല്ലാതിരുന്ന ശമരിയ പട്ടണത്തിൽ, ആ ശമരിയ പട്ടണത്തിൻ്റെ ഭരണാധികാരികൾ പോലും, ആ ശമരിയ പട്ടണത്തെ അടയ്ക്കുവാനിരുന്ന പൈശാചിക വ്യാപാര ശക്തികൾ പോലും ഭയന്ന് വിറയ്ക്കത്തക്കവണ്ണം ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ കാരണമായി തീർന്നത്, മുഖാന്തരമായി തീർന്നത്, അബ്രഹാം വിശ്വാസത്തിൽ ശക്തിപ്പെട്ടതുപോലെ ഫിലിപ്പോസ് വിശ്വാസത്തിൽ ശക്തിപ്പെട്ടതുകൊണ്ട് മാത്രമാണ്. അങ്ങനെയെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, ശത്രുവായ പിശാച് വിശ്വാസം സംബന്ധിച്ച് നമ്മെ ബലഹീനരാക്കുവാൻ, നാം വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകുവാൻ, വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീരുവാൻ, വിശ്വാസമില്ലാത്തവരായി തീരുവാൻ, വിശ്വാസം
സംബന്ധിച്ച് കൊള്ളരുതാത്തവരായി തീരുവാൻ, വിശ്വാസ ത്യാഗികളായി തീരുവാൻ അതിനനുസരിച്ചുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുമ്പോൾ, തന്ത്രങ്ങൾ ആവിഷ്കരിക്കുമ്പോൾ, ഒന്നുകിൽ നമ്മുടെ മരണം വരെ, അല്ലെങ്കിൽ നമ്മുടെ കർത്താവും രക്ഷിതാവും വീണ്ടെടുപ്പുകാരനുമായ യേശുവിൻ്റെ മടങ്ങി വരവ് വരെ വിശ്വാസത്തിൽ ശക്തിപ്പെടുവാൻ നമുക്ക് സാധ്യമാകണം. നമുക്ക് മുൻപേ ദൈവമൊരുക്കിയ വിശ്രമ സ്ഥലങ്ങളിലേക്ക് പ്രവേശിച്ച വിശുദ്ധരുടെ ചരിത്രം നാം പരിശോധിച്ചാൽ അവരുടെയൊക്കെ ജീവിതത്തിൽ മാനുഷികമായി ക്ഷീണിച്ചും തളർന്നും തകർന്നും നശിച്ചും പോകേണ്ടി വന്ന സാഹചര്യങ്ങളിൽ, എന്തിനേറെ പറയുന്നു, കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചത് മുഖാന്തരം യേശുവിലും യേശുവിൻ്റെ മാറ്റമില്ലാത്ത വചനങ്ങളിലുമുള്ള വിശ്വാസം ഏറ്റു പറഞ്ഞത് മുഖാന്തരം, സത്യസുവിശേഷം കലർപ്പ് കൂടാതെ പ്രസംഗിച്ചത് മുഖാന്തരം കല്ലേറ് കൊള്ളേണ്ടി വന്നപ്പോൾ, പട്ടിണി കിടക്കേണ്ടി വന്നപ്പോൾ, അതിദാരുണമായ വിധത്തിൽ ഉപദ്രവിക്കപ്പെടേണ്ടി വന്നപ്പോൾ, പീഡിപ്പിക്കപ്പെടേണ്ടി വന്നപ്പോൾ, വിശന്ന് പൊരിഞ്ഞു കിടക്കുന്ന സിംഹങ്ങളുടെ അടുക്കലേക്ക് എടുത്തെറിയപ്പെടേണ്ടി വന്നപ്പോൾ, തീക്കുണ്ഡങ്ങളായി നിർത്തപ്പെടേണ്ടി വന്നപ്പോൾ, മൂർച്ചയേറിയ വാളുകൾ കൊണ്ട് ശിരശ്ഛേദം ചെയ്യപ്പെടേണ്ടി വന്നപ്പോഴും ആ സാഹചര്യങ്ങളെ, ആ മേഖലകളെ, ആ അനുഭവങ്ങളെ സന്തോഷത്തോടെ അവർക്ക് സ്വീകരിപ്പാൻ കഴിഞ്ഞത് അവർ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടത് കൊണ്ട് മാത്രമാണ്. ഇന്ന് രാത്രിയിൽ എൻ്റെ ഹൃദയം നന്ദിയാൽ നിറയുന്നു. ഈ ഒരു സന്ദേശം എൻ്റെ മാന്യ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നതിൽ ഞാൻ അതീവ സന്തുഷ്ടനാണ്. അതുകൊണ്ട് നാം വിശ്വാസത്തിൽ ശക്തിപ്പെടണം. ഇന്ന് നമ്മിൽ പലർക്കും ഇഷ്ടം പോലെ പണമുണ്ട്, അത്യാധുനിക സൗകര്യങ്ങളോടും സംവിധാനങ്ങളോടും കൂടിയ താമസ സ്ഥലങ്ങളുണ്ട്, വാഹനങ്ങളുണ്ട്. എന്നാൽ വിശ്വാസത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ നിലവാരം എങ്ങനെയായിരിക്കുന്നു എന്ന് പരിശോധിക്കുവാനുള്ള ഒരു ഉത്തരവാദിത്വം, ഒരു കടപ്പാട് നമുക്കുണ്ട്. പ്രിയമുള്ളവരെ, അനധിവിദൂര ഭാവിയിൽ ലോക ചരിത്രത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായൊരു സംഭവം, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ്. ആ സമയത്ത് കോടാനുകോടി വിശുദ്ധർ പുനരുത്ഥാന ശരീരങ്ങളായി, രൂപാന്തര ശരീരങ്ങളായി കർത്താവിനെതിരേൽപ്പാൻ ആകാശത്തിൽ മേഘങ്ങളിൽ എടുക്കപ്പെടുന്നതാണ്. അങ്ങനെ കർത്താവിനെതിരേൽപ്പാൻ ആകാശത്തിൽ മേഘങ്ങളിൽ എടുക്കപ്പെടുന്ന 1000-10,000 വിശുദ്ധരുടെ കൂട്ടത്തിൽ നാം കാണണമെന്നുണ്ടെങ്കിൽ നാം വിശ്വാസത്തിൽ ശക്തിപ്പെടണം, വിശ്വാസത്തിൽ ഉറയ്ക്കണം, ഈ വിശ്വാസത്തിനു വേണ്ടി നിലനിൽക്കണം, ഈ വിശ്വാസത്തെ മുറുകെ പിടിക്കണം. പ്രൈസ് ദി ലോർഡ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം. അവിടെ യഹൂദ ബാലന്മാരായ 3 മനുഷ്യർ ഈ വിശ്വാസത്തോടുള്ള ബന്ധത്തിൽ ഒരു വലിയ വെല്ലുവിളിയെ നേരിടുകയാണ്. സ്തോത്രം. എങ്കിലും
ആ ബാലന്മാർ പതറിയില്ല. എന്തായാലും നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കണമല്ലോ. അതുകൊണ്ട് നെബൂഖദ്നേസർ രാജാവിൻ്റെ കൽപ്പന തൽക്കാലം അനുസരിക്കാമെന്ന് പറഞ്ഞ് സത്യദൈവത്തിലുള്ള വിശ്വാസത്തെ ഭക്തന്മാർ തള്ളിപ്പറഞ്ഞില്ല, തള്ളിക്കളഞ്ഞില്ല. അവർ ചിന്തിച്ചത് പ്രകാരമായിരിക്കാം. ഒരുപക്ഷെ രാജാവ് പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ എന്തെങ്കിലും ചെയ്താൽ രാജാവ് ഞങ്ങൾക്ക് സ്ഥാനക്കയറ്റം നൽകിയെന്ന് വന്നേക്കാം, മെച്ചപ്പെട്ട സ്ഥാനമാനങ്ങൾ നൽകിയെന്ന് വന്നേക്കാം. പക്ഷേ ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് നിത്യതയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ആ ദൈവദാസന്മാർ പറഞ്ഞ ആ വിശ്വാസത്തിൻ്റെ വാക്കുകൾ നമുക്ക് വളരെ പ്രത്യാശ നൽകുന്നതാണ്. ഹനന്യാവ്, അസര്യാവ്, മീശായേൽ. നമ്മൾ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്ന് പറഞ്ഞപ്പോൾ ആ പേരെ അറിയത്തുള്ളൂ. ഹനന്യാവ്, അസര്യാവ്, മീശായേൽ എന്നുള്ള പേര് അറിയത്തില്ല. അതും കൂടെ നാം ഒന്ന് മനസ്സിലാക്കണം. നമ്മുടെ തലമുറകളെ അങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കണം. ഹനന്യാവ്, അസര്യാവ്, മീശായേൽ, അതാണ് അവരുടെ യഥാർത്ഥ പേര്. ആ ദൈവദാസന്മാർ പറഞ്ഞത്, ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിഞ്ഞാലുമില്ലെങ്കിലും രാജാവ് നിർത്തിയിരിക്കുന്ന ഈ ബിംബത്തെ ഞങ്ങൾ വണങ്ങുകയില്ല. അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ഒരു സഹോദരന്, ഒരു സഹോദരിക്ക് അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ യഥാർത്ഥ വിശ്വാസത്തെക്കുറിച്ചുള്ള വെളിപ്പാടുണ്ടാകണം. ശ്ലീഹന്മാർക്ക് ആ വെളിപ്പാട് ഉണ്ടായിരുന്നു. അപ്പോസ്തലന്മാരിൽ ഏറ്റവും ഒടുവിലായി മരിച്ചത് അപ്പോസ്തലനായ വിശുദ്ധ യോഹന്നാൻ ആണെന്നാണ് ചരിത്രത്തിൽ നാം കാണുന്നത്. അതുമാത്രമല്ല, സ്വാഭാവിക മരണം വരിച്ചതും യോഹന്നാൻ അപ്പോസ്തലനാണ്. അദ്ദേഹത്തെ ഡൊമീഷ്യൻ ചക്രവർത്തി ആദ്യം തിളച്ചുമറിയുന്ന എണ്ണയിലേക്ക് പൊരിക്കാൻ, വറുക്കാനിടുന്ന മാംസക്കഷണം പോലെ എടുത്തിട്ടു. പക്ഷേ ചരിത്രം പറയുന്നത് യോഹന്നാൻ സ്നാപകൻ ആ തിളച്ചുമറിയുന്ന ഉന്നതമായ ഡിഗ്രി സെൽഷ്യസിൽ തിളച്ചുമറിയുന്ന ആ എണ്ണയ്ക്കകത്തും സന്തോഷത്തോടുകൂടെ ഇരുന്നു എന്നാണ്. സ്തോത്രം. ഡൊമീഷ്യൻ ചക്രവർത്തി ഉദ്ദേശിച്ച കാര്യം നടക്കാതെ വന്നപ്പോൾ യോഹന്നാൻ അപ്പോസ്തലനെ അന്നത്തെ റോമൻ ഭരണാധികാരികൾ ഏറ്റവും കിരാതമായ, ഏറ്റവും മ്ലേച്ഛമായ പ്രവർത്തികൾ ചെയ്യുന്നവരെ അയക്കുന്ന, പാറക്കെട്ടുകൾ മാത്രമുള്ള, ശവശരീരങ്ങൾ കൊത്തി തിന്നേണ്ടതിന് വട്ടമിട്ട് പറക്കുന്ന കഴുകന്മാർ മാത്രമുള്ള, ഉഗ്ര വിഷപ്പാമ്പുകൾ മാത്രമുള്ള, തലയോട്ടികൾ നിബിഡമായിരിക്കുന്ന പത്മോസിലേക്ക് നാടുകടത്തി. ആ സാഹചര്യത്തിലും യോഹന്നാൻ അപ്പോസ്തലൻ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു. ഇന്ന് രാത്രിയിൽ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് അബ്രഹാമിനെ പോലെ, ആദിമ കാല വിശുദ്ധരെ പോലെ വിശ്വാസത്തിൽ ശക്തിപ്പെടാം. നമ്മുടെ മരണം വരെ, അല്ല, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ പടങ്ങി വരുവരെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ഒരു വിശുദ്ധ ജീവിതം, വേർപാടിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം, വചനപ്രകാരമുള്ളൊരു ജീവിതം നയിക്കേണ്ടതിന് നമുക്കൊരു തീരുമാനമെടുക്കാം. അതിനായിട്ടുള്ള കൃപ ദൈവം നമുക്ക് നൽകേണ്ടതിനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. മഹാമാരി ലോകത്തെ വല്ലാതെ വലച്ചുകൊണ്ടിരിക്കുന്ന പ്രത്യേക സാഹചര്യത്തിൽ, വിശേഷാൽ നാം പാർക്കുന്ന ജില്ലകളിൽ, നമ്മുടെ സംസ്ഥാനത്ത് കോവിഡ് എന്ന മഹാമാരി ശക്തമായി വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് വിശ്വാസത്തിൽ ശക്തിപ്പെടാം.
നാം ആരും വിശ്വാസത്തിൽ ക്ഷീണിക്കരുത്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ നാം വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവരായിരിക്കണം. അങ്ങനെയെങ്കിൽ ആദിമകാലങ്ങളിൽ വെളിപ്പെട്ടതുപോലെയുള്ള ദൈവപ്രവൃത്തികൾക്ക് നമുക്കും സാക്ഷ്യം വഹിക്കുവാൻ ദൈവം നമ്മോടും കരുണ കാണിക്കും. അതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ പ്രബോധന വാക്യങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിൽ എന്നെ ഇത്രത്തോളം ദീർഘക്ഷമയോട് ശ്രദ്ധിച്ച എല്ലാ പ്രിയമുള്ളവർക്കും കർത്താവിൻ്റെ നാമത്തിൽ ഒരു പ്രാവശ്യം കൂടെ നന്ദിയും വന്ദനവും അറിയിക്കുന്നു. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവ്, ഇന്ന് രാത്രിയിൽ വചനം കേട്ട എല്ലാ പ്രിയമുള്ളവരെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായി തീരട്ടെ. യേശുവിൻ്റെ രക്തത്താൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ഒരുമിച്ച് ധ്യാനിച്ച വചനങ്ങൾ കർത്താവെ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അത് വിശ്വാസമായി പ്രത്യാശയെ വർദ്ധിക്കുവാൻ, പരിണമിക്കുവാൻ, അത് ഉപകാരമായി തീരുവാൻ ദൈവം സഹായിക്കണമേ. വചനത്താൽ ശുദ്ധീകരിക്കണമേ, ശക്തീകരിക്കണമേ. ഞങ്ങളുടെ മരണം വരെ കർത്താവായ യേശുവിൻ്റെ മടങ്ങി വരുവരെ വിശ്വസ്തയോടുകൂടെ അങ്ങേ സേവിപ്പാൻ കൃപ ചെയ്യണമേ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവരെയും കർത്താവായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ.